ഹു ഈസ് നോൺ എസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ? മോഡേൺ ഇന്ത്യയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ദ പേഴ്സസ് ഓഫ് ജീസസ് എന്ന് പറയുന്നത്, ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബുക്കുകളെല്ലാം ആരുടെ തന്നെയാണ്? രാജാ റാം മോഹൻ റോയ്ഡയിൽ വരുന്നതാണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൺ വിച്ച് ഡേറ്റ് വാസ് ദ GST ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ? ഹൈ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ, ഞാൻ റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റീസെൻ്റ്ലി നടന്ന എക്സാമുകളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്നൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമുക്ക് ഇന്ന് പഠിച്ചു പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് അങ്ങ് പോവാം അല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇടുക്കി ആർച്ച് ഡാം തന്നിട്ടുണ്ട്, ചെറുതോണി ഉണ്ട്, മലങ്കര ഉണ്ട്, കുളമാവും തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമല്ലാത്തത് ഏതാ ഉൾപ്പെടുന്നത്? മലങ്കരയാണ് അല്ലെ. മലങ്കര ഡാമാണ് ഏതിൽ ഉൾപ്പെടാത്തത്? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, താഴെ പറയുന്നതിൽ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തരികയാണ്. ഇപ്പൊ കുളമാവോ അതല്ലെങ്കിൽ ചെറുതോണിയോ ഇടുക്കിയോ ഏതെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ പോകരുത്. അപ്പൊ അങ്ങനെ കൂടെ അവിടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ, വിച്ച് ഇന്ത്യൻ റൈറ്റർ വൺ ദ വേൾഡ് ലിറ്റററി പ്രൈസ് conferred by the World Organization of Writers in 2024? 2024 ഈ പറയുന്ന വേൾഡ് ലിറ്റററി പ്രൈസിന് അർഹനായത് താഴെ പറയുന്നതിൽ ആരാണ് അർഹനായത് അല്ലെങ്കിൽ അർഹനായത് ആരാണ് എന്നുള്ളതാണ്. അനിത ദേശായി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ജിത് സിംഗ്, മമത സാഗർ, തുമ്പ ലഹേരി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് 2024 വേൾഡ് ലിറ്റററി പ്രൈസിന് അർഹയായത് എന്ന് നമ്മൾ നോക്കുമ്പോൾ മമത സാഗർ ആണ് കേട്ടോ. മമത സാഗർ ആണ് ആ ഒരു വേൾഡ് ലിറ്റററി പ്രൈസ് വൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു വേൾഡ് ലിറ്റററി പ്രൈസ് പറഞ്ഞു പോകുമ്പോൾ തന്നെ അതോടൊപ്പം നമുക്ക് പഠിച്ചു പോകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് കൂടെ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡാണ്. ഓക്കെ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ. ഓക്കെ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായത് ആരാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഒന്ന് പഠിച്ചു പോവാം നമുക്ക്. ഓക്കെ, അനന്ത് അംബാനിയാണ് കേട്ടോ. അനന്ത് അംബാനിയാണ്. ഓക്കെ, അനന്ത് അംബാനിയാണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന വന്യജീവി സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രൊട്ടക്ഷനുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് വൻതാര എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറയുന്നത് അനന്ത് അംബാനിനെ തേടിയെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകി വരുന്ന ഒരു അവാർഡാണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറയുന്നത്. അനന്ത് അംബാനിയാണ് അതിന് അർഹനാവുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനാവുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അനന്ത് അംബാനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് അനന്ത് അംബാനി എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഫാക്ട് കൂടെ ഇതിന്റെ ഒപ്പം ഒന്ന് പഠിച്ചു പോവാം. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്, identify the committee which recommended the inclusion of a separate chapter of fundamental duties in the Indian Constitution. അപ്പൊ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എന്തില്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം അവിടെ ഇല്ല. അത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറയുമ്പോൾ ആർട്ടിക്കിൾ 51A മെൻഷൻ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ പാർട്ട് 4A കേട്ടോ. പാർട്ട് 4A ആർട്ടിക്കിൾ 51A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം, ഓക്കെ, 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്
ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിലവിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 11 കേട്ടോ. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നിലവിൽ നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ബോറോ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ USSR നിന്നാണ് കേട്ടോ. USSR നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ വേൾഡ്സ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് സിറ്റുവേറ്റഡ് ഇൻ ദ മൗണ്ടൻ റേഞ്ച്. ഏത് മൗണ്ടൻ റേഞ്ചിലായിട്ടാണ് നമ്മുടെ വേൾഡിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? നമുക്കറിയാം നമ്മുടെ കാരക്കോറം റേഞ്ചിലായിട്ടാണ് അല്ലെ. കാരക്കോറം റേഞ്ചിലായിട്ടാണ് ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫി കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം അടുത്ത് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലതും ബേസിക് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന റിനൈസൻസ് ഒക്കെ പഠിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ? മോഡേൺ ഇന്ത്യയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. ആരാ നമ്മുടെ ഉത്തരം വരുന്നത്? രാജാറാം മോഹൻ റോയ് അല്ലെ. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നുള്ള പേരിൽ എല്ലാം അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഇന്ത്യൻ റിനൈസൻസിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റുകളെ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്തും ഒരുപാട് പേഴ്സൺസ്, അവരുടെ ഓർഗനൈസേഷൻസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ മോഡേൺ ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിൽ വരുന്നതാണ് നമ്മുടെ ആത്മീയ സഭ എന്ന് പറയുന്നത് അല്ലെ. ആത്മീയ സഭ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുപോലെ നമ്മുടെ ഈ പറയുന്ന ആത്മീയ സഭയുടെ ഒപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ ആത്മീയ സഭ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മസമാജം, ഓക്കെ, ബ്രഹ്മസമാജം സ്റ്റാർട്ട് ചെയ്യുന്നതും അദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സതി എന്ന് പറയുന്നത് 1829 എന്ത് ചെയ്യുന്നതായിട്ട്, അതൊരു ഇല്ലീഗൽ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആരാണ്? വില്യം ബെന്റിക് അല്ലെ. വില്യം ബെന്റിക് ആണ് അത് ഇല്ലീഗൽ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സംവാദ കൗമുദി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ദ പേഴ്സസ് ഓഫ് ജീസസ് എന്ന് പറയുന്നത്, ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബുക്കുകളെല്ലാം ആരുടെ തന്നെയാണ്? രാജാറാം മോഹൻ റോയുടെയിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സതി പോലുള്ളതെല്ലാം അബോളിഷ് ചെയ്യുന്നതിനായിട്ട് അത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന സോഷ്യൽ റിഫോമർ ആയിരുന്നു ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. അതുപോലെയുള്ള പ്രധാന വ്യക്തികളെയും കാര്യങ്ങളെയൊക്കെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിന് അടുത്ത ചോദ്യം ഇതാണ്, വേൾഡ് ഹാർട്ട് ഡേ എന്നാണ് എന്നുള്ളതാണ്. വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 29 അല്ലെ. സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചു പോവാ. ഇപ്പൊ കുറെ ഒന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പൊ ജാനുവരിയിൽ എടുക്കുമ്പോൾ ഒരു 4-5 എണ്ണം, ഫെബ്രുവരിയിൽ അങ്ങനെയുള്ള ഒരു 10-20 എണ്ണം നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ടാവും. ചില മാസങ്ങൾ അത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഈ പറയുന്ന കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൽ വരുന്ന ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വേൾഡ് ഹാർട്ട് ഡേ എന്നാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ് നമ്മുടെ ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ നിലവിൽ വന്നേ എന്നാണ് ചോദിക്കുന്നത്. 2007 2007 മാർച്ച് 5 ഈ ഒരു കമ്മീഷൻ നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇത് കറണ്ട് അഫെയറിൽ നമുക്ക് ഉൾപ്പെടുത്താം, പക്ഷെ പഴയൊരു കറണ്ട് അഫെയർ ആണെങ്കിൽ പോലും റെലവെന്റ് ആണ് എന്നുള്ളത്. When was Chandrayaan 3 മിഷൻ ലോഞ്ച്? Chandrayaan 3 എന്ന് പറയുന്ന മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാകും അല്ലെ. 2023 ജൂലൈ 14 നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇത് എന്നാണ് അവിടെ എത്തുന്നത് നമുക്കറിയാം. ഏത് ലോഞ്ച് വെഹിക്കിൾ ഒന്ന് ഓർമ്മിച്ച് വെക്കാം, LVM-3. ഓക്കെ, LVM-3 M4 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിലാണ് നമ്മൾ ഈ പറയുന്ന ചന്ദ്രയാൻ 3 മിഷൻ 2023 ജൂലൈ 14 ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 2023 ഓഗസ്റ്റ് 23 എന്ത് ചെയ്യുന്നത്, അത് അതിന്റെ
റീച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഓഗസ്റ്റ് 23-നാണ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. അതുപോലെ തന്നെ ലാൻഡറും റോവറും ഇതിന് വരുന്നുണ്ടായിരുന്നു. ലാൻഡർ എന്ന് പറയുന്നത് വിക്രം എന്നുള്ള പേരിലും അതുപോലെ തന്നെ റോവർ എന്ന് പറയുന്നത് പ്രഖ്യാൻ എന്നുള്ള പേരിലാണ് നമ്മുടെ ചന്ദ്രയാൻ 3 മിഷന്റെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പോയിന്റിന് നമ്മളൊരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു, ശിവശക്തി പോയിന്റ് അല്ലെ. ശിവശക്തി പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരും അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൺ വിച്ച് ഡേറ്റ് വാസ് ദ GST ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ GST എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആസാമിലാണ് ആദ്യമായിട്ട് ഈ ഒരു GST നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. 2017 ജൂലൈ 1-നാണ് GST ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഏത് അമെൻമെന്റോട് കൂടിയിട്ടാണ് നിലവിൽ വരുന്നത് എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് പറയാം. ഓക്കെ, സോ അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മോണ്ടസ്ക്യൂസ് ഫേമസ് ബുക്ക്? താഴെ പറയുന്നതിൽ മോണ്ടസ്ക്യൂയുടെ ഫേമസ് ബുക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ കോൺട്രാക്ട് തന്നിട്ടുണ്ട്, സ്പിരിറ്റ് ഓഫ് ലോസ് തന്നിട്ടുണ്ട്, ദ റിപ്പബ്ലിക് തന്നിട്ടുണ്ട്, ദ വെൽത്ത് ഓഫ് നേഷൻസ് തന്നിട്ടുണ്ട്. 4 ബുക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ബുക്ക് തന്നെയാണ്. അപ്പൊ ഇതിൽ മോണ്ടസ്ക്യൂയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് ഈ പറയുന്ന സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് മോണ്ടസ്ക്യൂയുടെ പ്രധാനപ്പെട്ട വർക്കാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ, അതിന്റെ ഓതേഴ്സ് ആരാണ് എന്നുള്ളത് അങ്ങ് പഠിച്ചു പോവാ അല്ലെ. റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്ന ബുക്കായിരുന്നു. സോഷ്യൽ കോൺട്രാക്ട് ആണെങ്കിലും ദ സ്പിരിറ്റ് ഓഫ് ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു റെവല്യൂഷന് വളരെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്ന ബുക്കായിരുന്നു. അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് റൂസോയുടെ വർക്കാണ്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് മോണ്ടസ്ക്യൂയുടെ വർക്കാണ്. അതുപോലെ തന്നെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്ലാറ്റോയുടെ വർക്കാണ് കേട്ടോ. പ്ലാറ്റോയുടെ വർക്കായിട്ട് വരുന്നതാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഏറ്റവും ഫേമസ് ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ബുക്കാണ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ആരുടെയാണ്? ആഡം സ്മിത്തിന്റെ അല്ലെ. ആഡം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ പറയുന്ന ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ 4 ബുക്കുകളും അവിടെ പഠിച്ചു പോവാ. റൂസോ, പ്ലാറ്റോ, ആഡം സ്മിത്ത് ആൻഡ് മോണ്ടസ്ക്യൂ. ഓക്കെ, 4 പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ GST ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 2017 ജൂലൈ 1-ന് നിലവിൽ വന്നു. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് GST എന്ന് പറയുന്നത് നിലവിൽ വന്നേ എന്നുള്ളതാണ് പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 101-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് GST എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 90 to 22. ഓക്കെ, ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ഭാഗത്ത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് തന്നിട്ടുണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ തന്നിട്ടുണ്ട്. 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ ആർട്ടിക്കിൾസ് ഇൻക്ലൂഡഡ് ആവുന്നത് തന്നെയാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അതുപോലെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഭാഗം 3 അല്ലെ, പാർട്ട് 3-ലായിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. USA എന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതിൽ 7ാമത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കൂടെ ഉണ്ടായിരുന്നു, അതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് നമ്മൾ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ അതെന്താണ്, അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A എന്താണ്, ഭാഗം 12-ലായിട്ടാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിലവിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ആയിട്ട് അങ്ങ് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഈ പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ഭാഗത്ത് എന്താ പറഞ്ഞു പോകുന്നത്, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് അല്ലെ. ഈ റൈറ്റ് ടു ഫ്രീഡത്തിൽ തന്നെ 6 പ്രധാനപ്പെട്ട റൈറ്റ്സിനെ കുറിച്ചാണ്, ഫ്രീഡത്തെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നതായിട്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ,
ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമുക്ക് എവിടെയും യാത്ര ചെയ്യുന്നതിനും താമസിക്കുന്ന ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും ഒക്കെയുള്ള റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്, ഫ്രീഡത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നതാണ് ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞു പോകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 32നെയാണ് അംബേദ്കർ എന്ത് വിശേഷിപ്പിച്ച് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നുള്ള ഒരു വിശേഷണം അദ്ദേഹം അവിടെ നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള 5 റിട്ടുകളെ കുറിച്ച്. റിട്ടുകളെ നമുക്കറിയാം, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആ 5 റിട്ടുകളെ കുറിച്ച് പറഞ്ഞു പോകുന്നത് ആർട്ടിക്കിൾ 32ന്റെ ഭാഗമായിട്ടാണ് അല്ലെ. പ്രൊഹിബിഷൻ, മാൻഡമസ്, സെഷ്യൂററി, കോ വാറന്റോ, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഹെബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് 5 റിട്ടുകൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 23ലും 24ലും പറഞ്ഞു പോകുന്നതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. 23 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഓക്കെ, മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 23. അതുപോലെ തന്നെ 24 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പറയുന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആയിട്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മൾ നോക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 29ഉം 30ഉം അല്ലെ. 29ഉം 30നെ കുറിച്ചും പറയുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന കാര്യം. ആ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതുപോലെ തന്നെ മൈനോറിറ്റീസ് അവർക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള റൈറ്റ്സ് കൊടുക്കുന്ന ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 29, 30 ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ഏത് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അതവിടെ ക്ലിയർ ആക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം ഇതാണ്, ഹൂ പ്രിസൈഡഡ് ഓവർ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1885 നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പഠിച്ചു പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 1885 ഡിസംബർ 28 അല്ലെ. 1885 ഡിസംബർ 28 നമ്മുടെ INC നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എഒ ഹ്യൂം, ഓക്കെ, എലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ആരാണ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്? WC ബാനർജി ആണ് അല്ലെ. WC വോമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് അധ്യക്ഷത വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ INCയുടെ പ്രധാനപ്പെട്ട സെഷൻസ് ഇപ്പൊ 1929 നടക്കുന്ന ലാഹോർ സെഷൻ, ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിക്കുന്ന സെഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ദെൻ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ക്യാൻസൽഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് നമ്മുടെ ഈ പറയുന്ന ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പൊ ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് 1905 കാലഘട്ടങ്ങളിലായിട്ടാണ് അല്ലെ. 1905 കാലഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കേഴ്സൺ പ്രഭു അല്ലെ, കേഴ്സൺ പ്രഭു ആണ് ഈ പറയുന്ന ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ, ഓക്കെ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. 1905 കേഴ്സൺ പ്രഭു ആണ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബംഗാൾ പാർട്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റും അതുപോലെ തന്നെ ബോയ്ക്കോട്ട് മൂവ്മെന്റും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബഹിഷ്കരണ പ്രസ്ഥാനം അതുപോലെ തന്നെ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് രണ്ടും എമേർജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ബംഗാൾ പാർട്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുന്നത് 1911 എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ഇനി ആരാണ് ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്തേ എന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ചെ സെക്കൻഡ് ആണ് കേട്ടോ. ഹാർഡിഞ്ചെ സെക്കൻഡ് ആണ് ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ക്യാൻസൽ ചെയ്ത വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ചെ സെക്കൻഡ്. ആരാണ് ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ലോർഡ് കേഴ്സൺ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ള. അപ്പൊ അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഏരിയ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും കറണ്ട്
കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ എക്കണോമിക്സിലാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും നമുക്ക് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം CSEB ഒരുപാട് എക്സാമുകൾ കാര്യങ്ങൾ നമുക്ക് ഈ ഓരോ ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായിട്ട് നമുക്ക് നടന്നു വരുന്നുണ്ട്. ഇനിയും ഒരുപാട് എക്സാമുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമുക്ക് 3 monthsന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെന്റർഷിപ്പ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു ബാച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സോട് കൂടിയിട്ടെല്ലാം ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചോ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ്, ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വയറീസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക്